നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. വിദേശത്തേക്ക് കടന്നു കളയുന്നതിനിടെ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് കേസിലെ 27ാമത്തെ പ്രതിയായ ആദർശ് പിടിയിലായത്. മാസപ്പടി കേസുമായി അന്വേഷണത്തിനായി തിരുവനന്തപുരത്തെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ നേരത്തെ തന്നെ വലിയ തോതിലുള്ള നിയമ നടപടികൾ നടന്നിരുന്നു. ഈ കേസിൽ പ്രതിയായിരുന്ന ഇയാൾ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് അധികൃതർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത്. ഒളിവിൽ പോയ പാളയം സന്തോഷിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ഒരു സംഘം ആളുകൾ തടയുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുകയും ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ആകെ 25ഓളം പേർ പ്രതിപ്പട്ടികയിലുണ്ട്. ഇതിൽ പലർക്കും കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്ന വധശ്രമ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസിലെ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഒളിവിലായിരുന്ന പ്രതികളെ പിടികൂടാനുള്ള നടപടികൾ പോലീസ് തുടരുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിമാനത്താവളത്തിൽ വെച്ച് ആദർശിനെ പിടികൂടാൻ സാധിച്ചത്. പിടിയിലായ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും.